ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ മാൻഹോൾ എന്ന സിനിമയാണ്. ഈ സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്നാൽ, ഈ സിനിമയിലെ നായകന് അടുത്ത ദിവസം രാവിലെ കല്യാണമാണ്. കല്യാണത്തിന്റെ തലേന്ന് രാത്രിയിൽ തന്റെ കൂട്ടുകാർക്കെല്ലാം പാർട്ടി നടത്തിയതിനു ശേഷം തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ വലിയൊരു മാൻഹോളിനകത്തേക്ക് വീഴുന്നു. അങ്ങനെ മാൻഹോളിനകത്ത് വീണ നായകൻ രക്ഷപ്പെട്ട് പുറത്തു വരുമ്പോൾ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റും തന്ന് എല്ലാവരെയും ത്രില്ലടിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ ഈ സിനിമയിലെ നായകനായ കാവാമുറയെ കാണിക്കുന്നു. അടുത്ത ദിവസം രാവിലെ കാവാമുറയുടെ കല്യാണമാണ്. അതിനാൽ കാവാമുറ തന്റെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാർക്കെല്ലാവർക്കും പാർട്ടി നടത്തുകയാണ്. പാർട്ടിയൊക്കെ കണ്ട് നമ്മുടെ കാവാമുറ ആളൊരു സൂപ്പർ സ്റ്റാർ ആണെന്നൊന്നും കരുതേണ്ട. അവൻ ഒരു കമ്പനിയിലെ സാധാരണ ഒരു സെയിൽസ് സ്റ്റാഫ് ആണ്. പക്ഷേ അടുത്ത ദിവസം രാവിലെ അവൻ ഒരു സൂപ്പർ സ്റ്റാർ ആകും. എങ്ങനെയെന്നല്ലേ? അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഓണറിന്റെ മകളെയാണ്. അതും അറേഞ്ച്ഡ് മാര്യേജ്. അതിന്റെ പാർട്ടിയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ കുറെ നേരത്തിനു ശേഷം പാർട്ടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. കാവാമുറയും അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും മാത്രമേ ഇപ്പോഴുള്ളൂ. കൂട്ടുകാരൻ കാവാമുറയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തതിനു ശേഷം രണ്ടുപേരും ബൈ പറഞ്ഞ് അവിടെ നിന്നും പിരിയുന്നു. കാവാമുറയ്ക്കാണെങ്കിൽ പാർട്ടിയിൽ അടിച്ചതിന്റെ കിക്ക് ഇപ്പോഴാണ് തലയ്ക്ക് കയറാൻ തുടങ്ങിയത്. അങ്ങനെ ആടി പോയിക്കൊണ്ടിരുന്ന കാവാമുറ പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. കാവാമുറ വീണത് ഒരു വലിയ മാൻഹോളിനകത്തേക്കായിരുന്നു. അങ്ങനെ കുറെ നേരത്തിനു ശേഷം കാവാമുറ പതിയെ കണ്ണു തുറക്കുന്നു. അവൻ എവിടെയാണെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ചുറ്റിലും ഭയങ്കര ഇരുട്ടും പോരാത്തതിന് ബാഡ് സ്മെല്ലും. താൻ കിടക്കുന്നതോ ചെളിയിലും. അങ്ങനെ അതെല്ലാമായപ്പോൾ അവന്റെ അടിച്ച കെട്ടെല്ലാം ആവിയായി പോയി. അവൻ ശരിക്കും കണ്ണു തുറന്നു നോക്കി. അപ്പോഴാണ് അവന് താൻ വലിയൊരു കുഴിയിൽ വീണിരിക്കുകയാണ് എന്ന് മനസ്സിലായത്. എങ്ങനെയും ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്ന് കരുതി കാവാമുറ ചാടി എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴാണ് തന്റെ തുടയിൽ വലിയൊരു മുറിവുണ്ട് എന്നവൻ കാണുന്നത്. എന്റെ മോനെ, ആ മുറിവ് കാണണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാവാമുറ ആ കുഴിയിൽ അറിയാതെ ആരെങ്കിലും വീണുപോയാൽ രക്ഷപ്പെടാനായി ഒരു ഏണി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഏണിയുടെ പകുതിയും പൊളിച്ചുകൊണ്ടാണ് മാൻഹോളിലേക്ക് വീണത്. അങ്ങനെ ആ ഏണിയിലെ ഒരു കൂർത്ത പൈപ്പ് കൊണ്ടാണ് കാവാമുറയുടെ തുട മുറിഞ്ഞിരിക്കുന്നത്. അവനാണെങ്കിൽ ആ കാല് വെച്ച് നേരെ ചൊവ്വെ നിൽക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നും കരുതി കാവാമുറ തന്റെ കഴുത്തിലുണ്ടായിരുന്ന ടൈ എടുത്ത് മുറിവിലൂടെയുള്ള രക്തയോട്ടം കുറയ്ക്കാനായി മുറിവിന് മുകളിലായി ടൈറ്റ് ചെയ്ത് കെട്ടുന്നു. അതിനുശേഷം ആ പാതി തകർന്ന് ഏണിയിലൂടെ കയറി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കാവാമുറയ്ക്കാണെങ്കിൽ തന്റെ ഒരു കാല് കുത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനാൽ അവൻ തന്റെ ഒറ്റക്കാല് വെച്ചാണ് ആ ഏണി കയറുന്നത്. അങ്ങനെ കയറി അവൻ ഏണിയുടെ തകർന്ന ഭാഗത്തെത്തി. അവിടെ നിന്നും കുറച്ചു ദൂരം ഏണിയിലെ ചവിട്ടുപടി ഉണ്ടായിരുന്നില്ല. അതിനാൽ അവൻ എത്തിവലിഞ്ഞ് അടുത്ത ചവിട്ടുപടിയിൽ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവന് എത്തുന്നുണ്ടായിരുന്നില്ല. അതിനാൽ അവൻ തന്റെ ബെൽറ്റ് ഊരി മുകളിലെ ചവിട്ടുപടിയിൽ കോർത്ത് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ അതും നടന്നില്ല. അവസാനം വേറെ വഴിയില്ലാത്തതിനാൽ അവൻ ചാടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവന് പിടുത്തം കിട്ടാതെ ആ കുഴിയിലേക്ക് തന്നെ വീഴുന്നു. വീഴ്ചയിൽ അവന്റെ കാല് പോയി തറയിലിടിച്ചു. അവൻ വേദനയിൽ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അവൻ ഇനി അവിടെ നിന്നും രക്ഷപ്പെടണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും സഹായം വേണം എന്ന് മനസ്സിലാക്കി അവൻ തന്റെ കൂട്ടുകാരെ ആരെയെങ്കിലും വിളിക്കാനായി തന്റെ ഫോൺ എവിടെയെന്ന് നോക്കുന്നു. എന്നാൽ അവന് ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവന്റെ കയ്യിൽ അവന്റെ കൂട്ടുകാരൻ കൊടുത്ത ഗിഫ്റ്റ് കിട്ടുന്നത്. ആ ഗിഫ്റ്റ് തുറന്നു നോക്കിയ കാവാമുറയ്ക്ക് വളരെയധികം സന്തോഷമായി. എന്തെന്നാൽ അതൊരു ലൈറ്റർ ആയിരുന്നു. അങ്ങനെ അവൻ ആ ലൈറ്റർ കത്തിച്ച് ആ ലൈറ്ററിന്റെ വെളിച്ചത്തിൽ തന്റെ ഫോൺ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഫോൺ കിട്ടിയതും അവൻ താനുമായി കല്യാണം ഉറപ്പിച്ചിരുന്ന പെണ്ണിനെ ഫോൺ ചെയ്യുന്നു. എന്നാൽ അവളെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനാൽ അവൻ അവൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ട് തന്റെ കൂട്ടുകാരെയെല്ലാം മാറി മാറി ഫോൺ ചെയ്യുന്നു. എന്നാൽ ആർക്കും കോൾ പോകുന്നുണ്ടായിരുന്നില്ല. ഇതെന്തു പറ്റി? ഒറ്റയൊരുത്തനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നും ഓർത്ത് കാവാമുറ ഇരിക്കുമ്പോഴാണ് കാവാമുറയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അതവന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്നു. അത് കണ്ട കാവാമുറയ്ക്ക് വളരെയധികം സന്തോഷമായി. അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. വൈകിട്ട് പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി താൻ ഒരു കുഴിയിൽ വീണ കാര്യമെല്ലാം കാവാമുറ എക്സിനോട് പറയുന്നു. എന്നാൽ അത് കേട്ടിട്ട് എക്സിന് വിശ്വാസമായില്ല. എന്താ, നീ അടിച്ചതിന്റെ കിക്ക് ഇതുവരെ വിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പറയുന്നത് കള്ളമല്ല. ഞാൻ സത്യമായും ഒരു കുഴിയിൽ വീണു. ഇത് കണ്ടിട്ട് ഒരു മാൻഹോൾ പോലെ തോന്നുന്നു. എന്റെ കാലും മുറിഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ നിന്നും കയറാൻ സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും എന്നെ
ഒന്ന് സഹായിക്കണം. ശരി ശരി, സമ്മതിച്ചു. നീ ഇപ്പോൾ എവിടെയാണുള്ളത്? എവിടെ വെച്ചാണ് നീ വീണത്? ഞാനിപ്പോൾ ഫിബിയയിലാണുള്ളത്. എങ്കിൽ നിനക്ക് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞാൽ പോരെ? അവരാകുമ്പോൾ നിന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്യും. ഇല്ല, അതല്ല, ഞാൻ ഈ പ്രശ്നം ഒത്തിരി വലുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട കാര്യം കല്യാണമല്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു. എന്നെ ഉപേക്ഷിച്ചിട്ട് വേറെ ആളെ തേടിപ്പോയ നിനക്ക് ഇപ്പോൾ എന്റെ ആവശ്യം വേണ്ടി വന്നു അല്ലേ? ശരി ശരി, ഞാൻ വരാം. ഷിബിയയിൽ എവിടെയായിട്ടാണുള്ളത്? അത് കേട്ട കാവാമുറ തന്റെ ഫോണിലെ മാപ്പ്, തന്റെ ഫോണിന്റെ ലൊക്കേഷൻ എക്സിന് ഷെയർ ചെയ്തു കൊടുക്കുന്നു. അപ്പോഴാണ് പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞതുപോലെ, ഓ, ഇപ്പോൾ പാതാളത്തിലാണല്ലോ അല്ലേ? അവിടെ മഴ പെയ്യാൻ തുടങ്ങിയത്. അതിനാൽ അവൻ പതിയെ മാൻഹോളിന്റെ ഒരു ഇടുങ്ങിയ ഭാഗത്തേക്ക് കയറിയിരിക്കുന്നു. ആ സമയം എക്സിന്റെ ഫോൺ വീണ്ടും വരുന്നു. നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. എന്നാൽ നീ പറഞ്ഞതുപോലെയുള്ള ഒരു മാൻഹോൾ ഇവിടെയെങ്ങുമില്ല. നല്ലതുപോലെ നോക്ക്. ഇതെന്തോ ഉപയോഗമില്ലാത്ത ഒരു മാൻഹോൾ ആണെന്ന് തോന്നുന്നു. വെറുതെ കള്ളം പറയരുത്. നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. ഇവിടെ മുഴുവനും അന്വേഷിച്ചു. അങ്ങനെ ഒരു മാൻഹോൾ ഇവിടെയെങ്ങുമില്ല. നീ എന്തായാലും പോലീസിനെ വിളിക്കുന്നത് തന്നെയാണ് ബെറ്റർ. അത് കേട്ട് കാവാമുറയ്ക്ക് ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല, പോലീസിനെ വിളിക്കുന്നതായിരിക്കും നല്ലത് എന്നും കരുതി അവൻ നെറ്റിൽ നിന്നും പോലീസ് സ്റ്റേഷൻ നമ്പർ എടുത്ത് വിളിക്കുന്നു. സാർ, എന്റെ പേര് കാവാമുറ എന്നാണ്. എനിക്ക് ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ ഒരു മാൻഹോളിനകത്ത് വീണു. എനിക്കാണെങ്കിൽ ഇവിടെ നിന്നും കയറുവാനും സാധിക്കുന്നില്ല. ഓക്കെ, വീണ കുഴിയുടെ അടയാളങ്ങൾ പറയൂ. സാർ, ഇതൊരു സൈഡെല്ലാം കോൺക്രീറ്റ് ചെയ്ത ഒരു കുഴിയാണ്. ഏകദേശം 1.5 മീറ്റർ വീതിയുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഏണിയുണ്ട്. എന്നാൽ അത് പാതി തകർന്നിരിക്കുകയാണ്. പിന്നെ താഴെ മുഴുവൻ ധാരാളം ചെളിയുമുണ്ട്. അതൊരു ഉപയോഗത്തിലില്ലാത്ത മാൻഹോൾ ആയിരിക്കും. ഞാൻ ഇതിന്റെ ചുമതലയുള്ള ആൾക്ക് ഫോൺ കണക്ട് ചെയ്യാം. 1 മിനിറ്റ് കാത്തിരിക്കൂ. അങ്ങനെ അടുത്ത ഒരു ഓഫീസർ ഫോൺ അറ്റൻഡ് ചെയ്തു. പറയൂ, എന്താണ് സംഭവിച്ചത്? അത് കേട്ട് കലിപ്പായ കാവാമുറ, യോ, ഞാനൊരു കുഴിയിൽ വന്നു പെട്ടുപോയി. നാളെ രാവിലെ എന്റെ കല്യാണമാണ്. ദയവ് ചെയ്ത് വേഗം വന്ന് എന്നെ രക്ഷിക്കൂ. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? അങ്ങനെ കാവാമുറ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ശരി ശരി, 10 മിനിറ്റിനകം ഞങ്ങൾ അവിടെ എത്തും എന്ന് പറഞ്ഞ് പോലീസുകാർ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം കാവാമുറ അവര് വരുമോ ഇല്ലയോ എന്നാലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് അവന് വീണ്ടും എക്സിന്റെ അടുത്ത് നിന്ന് കോൾ വന്നത്. എന്താ, പോലീസിനെ വിളിച്ചോ? ആം, വിളിച്ചു. അവർ 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഇതുവരെ എത്തിയില്ല. അല്ല, എനിക്കൊരു സംശയം. നീ ശരിക്കും വന്ന് നോക്കിയായിരുന്നോ? എന്താടാ, നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലേ? നീ എന്നെ ഉപേക്ഷിച്ചെന്ന് കരുതി അതിന്റെ റിവെഞ്ച് ഞാൻ ഇപ്പോൾ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ സത്യമായും വന്ന് നോക്കി. ഓ സോറി, ഞാൻ ടെൻഷനിൽ പറഞ്ഞു പോയതാ. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കൂ. ഇവിടെ മഴ വരെ കൂടുതലാണ്, ഒപ്പം തണുപ്പും. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്ത്, മഴ പെയ്യുന്നോ? നീ ശരിക്കും എവിടെയാണ്? ഷിബിയയിൽ അതിനിപ്പോൾ മഴ പെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ നീ എന്നെ പറ്റിക്കുകയാണെന്ന്. ഇനി എന്നെ വിളിക്കരുത്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് എക്സ് ഫോൺ കട്ട് ചെയ്യുന്നു. അതെല്ലാം കേട്ട് കാവാമുറയുടെ മനസ്സ് മരവിച്ചു പോയിരുന്നു. എന്തെന്നാൽ താൻ ഇന്നലെ ഷിബിയയിലുള്ള ബാറിലാണ് പാർട്ടി നടത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് നടന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കുഴിയിൽ വീണത്. എന്നാൽ താൻ ഇപ്പോഴുള്ളത് ഷിബിയയിലല്ല. ആദ്യം താൻ ഇപ്പോൾ ഉള്ള സ്ഥലം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് കരുതി കാവാമുറ തന്റെ ഫോണിലെ വീഡിയോ റെക്കോർഡർ ഓൺ ചെയ്ത് മുകളിലേക്ക് എറിയുന്നു. മുകളിൽ എന്താണുള്ളത് എന്നറിയുന്നതിന്. അങ്ങനെ കുറെ പ്രാവശ്യം കാവാമുറ തന്റെ ഫോൺ മുകളിലേക്ക് എറിയുന്നു. എന്നാൽ ആ സമയം കാവാമുറയുടെ ഫോൺ അവിടെ ഉണ്ടായിരുന്ന ഏണിയിൽ തങ്ങി നിൽക്കുന്നു. ദൈവമേ, മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ പോലെയായല്ലോ എന്ന് കരുതി ഇനി എന്തു ചെയ്യും എന്നോർത്ത് കാവാമുറ അങ്ങനെ തറയിലിരിക്കുന്നു. ആ സമയം അതിനകത്തുണ്ടായിരുന്ന ഒരു പൈപ്പിനകത്തു നിന്നും എന്തോ ഒരു സ്മെൽ വരാൻ തുടങ്ങി. ഇത്രയും പ്രശ്നം പോരാഞ്ഞിട്ട് അടുത്ത പുതിയ പ്രശ്നം എന്താ? ഇനി ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി മരിക്കുമല്ലോ എന്നോർത്തപ്പോഴാണ് തന്റെ ബാഗിനകത്തൊരു സെലോ ടേപ്പ് ഉണ്ടല്ലോ എന്നോർത്തത്. ആ സെലോ ടേപ്പ് വെച്ച് കാവാമുറ ആ പൈപ്പിന്റെ ലീക്ക് മാറ്റുന്നു. അതിനുശേഷം അവിടെ കിടന്ന കുറെ സാധനങ്ങൾ എടുത്ത് തന്റെ ഫോണിനെ ലക്ഷ്യം വെച്ചെറിഞ്ഞ് ഒരു തരത്തിൽ ആ ഫോൺ എടുക്കുന്നു. എന്നിട്ട് റെക്കോർഡായ വീഡിയോ പ്ലേ ചെയ്തു നോക്കുന്നു. എന്നാൽ അതിൽ കാര്യമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏതോ പഴയ കെട്ടിടത്തിന്റെ കുറെ അവശിഷ്ടങ്ങളും കൂടാതെ ഒരു ബോർഡിന്റെ അവശിഷ്ടവും മാത്രമേ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ബോർഡിലെ കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല. അങ്ങനെ കാവാമുറ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വന്നത്.
കാവാമുറ വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ആകാംക്ഷയോടെ സാർ എത്തിയോ സാർ എന്ന് ചോദിച്ചു. ശരിക്കും നിങ്ങൾ എവിടെയാണുള്ളത്? നീ പറഞ്ഞ സ്ഥലത്ത് മൂടി തുറന്നു വെച്ചിട്ടുള്ള ഒരു മാൻഹോൾ പോലുമില്ല. നിങ്ങൾ കുടിച്ച് ബോധമില്ലാതെ ഏതോ ഒരു കുഴിയിൽ വീണു കിടക്കുന്നു. എന്നാൽ ആ സ്ഥലം ഏതാണ് എന്നറിയാതെ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ രക്ഷിക്കും? നിങ്ങളിപ്പോൾ പറഞ്ഞ ഷിബിയ മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി. ഇവിടെ അങ്ങനെ ഒരു മാൻഹോൾ ഇല്ല. അത് കേട്ട് കാവാമുറ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവിടെ കിടന്ന് ഉറക്കെ അലറാൻ തുടങ്ങി. ഇനി വേറെ ആരെയും നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇനി താൻ തന്നെ വിചാരിക്കണം എന്ന് കരുതി ഇരട്ടി ആവേശത്തോടെ അവൻ വീണ്ടും ആ ഏണിയിലൂടെ കയറാൻ തുടങ്ങി. അങ്ങനെ കയറി കയറി ഒടിഞ്ഞ ഭാഗമെത്തിയ അവൻ അവിടെ നിന്നും ചാടി അതിന്റെ ഒടിഞ്ഞ ഭാഗത്ത് പിടിച്ചതും ആ ഭാഗവും ഒടിച്ചുകൊണ്ട് കാവാമുറ വീണ്ടും കുഴിയിലേക്ക് തന്നെ വീഴുന്നു. കാവാമുറയ്ക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ടായിരുന്നു. ഒപ്പം കാലിലെ മുറിവിന്റെ വേദനയും. തന്റെ ജീവൻ ഇതിനകത്ത് വെച്ച് തന്നെ അവസാനിക്കാൻ പോവുകയാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് കാവാമുറയ്ക്ക് ഒരു പുതിയ ഐഡിയ തോന്നുന്നത്. നമ്മുടെ ഇവിടത്തെ ട്വിറ്റർ പോലെ അവരുടെ നാട്ടിൽ പെക്കർ എന്ന ഒരു ആപ്പ് ഉണ്ട്. അതിനകത്ത് കാവാമുറ പുതിയതായി ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഒരു പെണ്ണിന്റെ ഫോട്ടോ തപ്പിയെടുത്ത് പ്രൊഫൈൽ പിക്കായും വെക്കുന്നു. എന്തിനെന്നല്ലേ, കാവാമുറ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയത് ഒരു പെണ്ണിന്റെ പേരിലായിരുന്നു. അതിനുശേഷം താൻ ഇന്ന പോലെ ഒരു മാൻഹോളിൽ വീണെന്നും മാൻഹോളിന്റെ ഡീറ്റെയിൽസും എന്നാൽ താൻ ഏത് സ്ഥലത്താണ് ഉള്ളതെന്ന് അറിയില്ലെന്നും GPS വർക്കിംഗ് അല്ലെന്നും ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ കഴിയുമോ എന്നും ചോദിച്ച് ഒരു പോസ്റ്റ് ഇടുന്നു. ഒരു ആണിന് പ്രശ്നമെന്നാൽ ഒരു പട്ടിക്കുറുക്കനും വരില്ല. അതേ പ്രശ്നം ഒരു പെണ്ണിനുണ്ടായാൽ നൂറുകണക്കിന് ആളുകൾ വരും. അതിനാലാണ് കാവാമുറ ഒരു പെണ്ണിന്റെ പേരിൽ അക്കൗണ്ട് തുറന്നത്. അങ്ങനെ പോസ്റ്റ് ഇട്ടതിനു ശേഷം റിപ്ലൈ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് പുതിയൊരു പ്രശ്നം രൂപം കണ്ടത്. എന്തെന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിൽ നിന്നും സോപ്പ് പത പോലെ എന്തോ ഒന്ന് ഒഴുകി അങ്ങോട്ട് വരാൻ തുടങ്ങി. ഇതെന്താടാ ഒന്ന് മാറി പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് കാവാമുറ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് എക്സിന്റെ കോൾ വീണ്ടും വരുന്നത്. നീ ഇപ്പോഴും ആ കുഴിയിൽ തന്നെയാണോ, അതോ പോലീസുകാർ വന്നു രക്ഷിച്ചോ? സോറി, എന്നെ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ കാലിൽ ഒരു മുറിവുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ എങ്ങനെയുണ്ട്? കാവാമുറ പറഞ്ഞു, അത് അത്യാവശ്യം നല്ല വലിയ മുറിവാണ്. സത്യത്തിൽ ആ മുറിവ് നല്ല ടെറർ ആയിരുന്നു. മാത്രവുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ മുറിവിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. നീ ആ മുറിവിന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കാമോ? കാവാമുറയുടെ എക്സ് ഒരു നേഴ്സ് ആയിരുന്നു. അതിനാൽ തന്നെ കാവാമുറ തന്റെ കാലിലെ മുറിവിന്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇത്രയ്ക്ക് വലിയ മുറിവായിരുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഈ മുറിവ് എത്രയും വേഗം സ്റ്റിച്ച് ചെയ്ത് മുറിവിലെ ബ്ലീഡിംഗ് നിർത്തണം. നിനക്കെന്താ ഭ്രാന്താണോ? ഈ കുഴിയിൽ വെച്ച് ഞാൻ എങ്ങനെ മുറിവ് കെട്ടാനാണ്? എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ല എങ്കിൽ നിന്റെ ശരീരത്തിലെ ബ്ലഡ് മുഴുവനും ഒഴുകിപ്പോകും. പിന്നെ നീ ആ കുഴിയിൽ നിന്നും രക്ഷപ്പെട്ടാലും നിന്റെ കല്യാണം നടന്നെന്ന് വരില്ല. അത് കേട്ടപ്പോൾ കാവാമുറയ്ക്ക് പേടിയായി. ഓക്കെ, ഞാൻ എന്തു ചെയ്യണം എന്ന് പറ. ആ മുറിവ് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കാം. അതിനായി നീ നിന്റെ ബാഗിലോ അവിടെ എവിടെയെങ്കിലുമോ സൂചി പോലെയുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നന്വേഷിക്കൂ. അങ്ങനെ തന്റെ ബാഗിനകത്ത് തപ്പി നോക്കിയ കാവാമുറയ്ക്ക് ബാഗിൽ നിന്നും ഒരു സ്റ്റാപ്ലെയർ കിട്ടുന്നു. എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. സ്റ്റാപ്ലെയർ എങ്കിൽ സ്റ്റാപ്ലെയർ. ഞാൻ നിനക്കിപ്പോൾ കുറച്ച് ഫോട്ടോ അയച്ചു തരാം. അത് നോക്കി അതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞ് എക്സ് കുറച്ച് ഫോട്ടോസ് എല്ലാം കാവാമുറയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ കാവാമുറ എക്സ് അയച്ചു കൊടുത്ത ഫോട്ടോ നോക്കി തന്റെ മുറിവിന്റെ ബ്ലീഡിംഗ് കുറയ്ക്കുന്നതിനായി മുറിവ് കൂട്ടിപ്പിടിച്ച് സ്റ്റാപ്ലർ ചെയ്യാൻ തുടങ്ങി. ഓരോ പിന്നും തന്റെ ജീവനും എടുത്തുകൊണ്ടു പോകുന്ന വേദന ഉണ്ടായിരുന്നിട്ടും കാവാമുറ ഇത് ചെയ്താലേ താൻ ജീവനോടെ ഉണ്ടാകൂ എന്നോർത്ത് ആ സ്റ്റാപ്ലെയർ ഉപയോഗിച്ച് മുറിവ് മുഴുവനും സ്റ്റിച്ച് ചെയ്യുന്നു. ഓരോ പിന്നും മുറിവിലേക്ക് അടിക്കുമ്പോൾ കാവാമുറയുടെ ഒരു കരച്ചിലുണ്ട്. രണ്ടു ചെവിയും തുളച്ചു കയറും. അങ്ങനെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞപ്പോൾ എക്സ് ചോദിച്ചു, ഇനി എന്താണ് അടുത്ത പ്ലാൻ? ഞാൻ പെക്കറിൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അത് കേട്ട എക്സ് തന്റെ അക്കൗണ്ടിൽ പോയി അത് ചെക്ക് ചെയ്തു നോക്കുന്നു. എന്നിട്ട് കാവാമുറയോട് പറഞ്ഞു, ഡേയ് ആദ്യം പോയി ആ പോസ്റ്റ് ഒന്ന് നോക്ക്. കാവാമുറ തന്റെ പോസ്റ്റ് എടുത്തു നോക്കുമ്പോൾ അതിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സും മെസ്സേജും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പയ്യന് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു അലവലാതിയും വരില്ല. ഇപ്പോൾ നോക്കിയാൽ മോളെ എന്ത് പറ്റി, എവിടെയാണുള്ളത്, ഞങ്ങൾ വന്ന് രക്ഷിക്കാം, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിന്റെ GPS വർക്ക് അല്ലെങ്കിലും കുഴപ്പമില്ല. ഫോണിലെ കോമ്പസ് എടുത്ത് നീ ഏത് സൈഡിലാ ഉള്ളതെന്ന് പറ. അങ്ങനെ നൂറുകണക്കിന് മെസ്സേജസ്. ആ മെസ്സേജ് കണ്ട കാവാമുറ തന്റെ ഫോണിലെ കോമ്പസ് എടുത്ത് നോക്കുമ്പോൾ താനിപ്പോൾ നോർത്ത് വെസ്റ്റിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. താൻ ലാസ്റ്റ്
ഷിബിയയിലായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ളത് നോർത്ത് വെസ്റ്റിലുള്ള ഒരു മാൻഹോളിൽ. അങ്ങനെ കാവാമുറ താൻ നോർത്ത് വെസ്റ്റിലാണ് ഉള്ളതെന്ന് പോസ്റ്റ് ചെയ്തു. വേറെ എന്തെങ്കിലും ക്ലൂ കൂടി പറയാമോ എന്ന് ചോദിക്കുമ്പോൾ കാവാമുറയ്ക്ക് താൻ ഫോൺ മുകളിലേക്ക് എറിഞ്ഞ് വീഡിയോ എടുത്തപ്പോൾ അതിലൊരു ബോർഡ് ഉള്ളതായി കാണിച്ചിരുന്നല്ലോ, ആ ബോർഡിന്റെ പടവും കൂടി എടുത്ത് പോസ്റ്റിൽ ആഡ് ചെയ്യുന്നു. ഈ ഒരു ബോർഡ് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ എന്ന് കമന്റും ചെയ്തു. എന്നാൽ ആ ബോർഡിൽ അവനുള്ള സ്ഥലം കണ്ടുപിടിക്കാനുള്ള യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോസ്റ്റിന് കമന്റുകൾ ധാരാളം വന്നുകൊണ്ടിരുന്നു. നിനക്ക് ജോലി സ്ഥലത്തോ മറ്റോ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ആ കമന്റ് വായിച്ചതും കാവാമുറയ്ക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വരുന്നു. ഇത്രയും നേരമായിട്ടും താൻ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്? അങ്ങനെ അവൻ മാൻഹോളിന് മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്നും ആരോ ഒരാൾ നോക്കുന്നതായി കാണിക്കുന്നു. എന്നാൽ അതൊരു ഹാലുസിനേഷൻ മാത്രമായിരുന്നു. അതിനു കാരണം കാവാമുറയ്ക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു മെയിൻ കാരണം കാവാമുറയ്ക്ക് കിട്ടിയ ഈ പുതിയ ജീവിതം, അതായത് സ്വന്തം മുതലാളി തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചില്ലേ, അതുതന്നെ. അങ്ങനെ ചിന്തിച്ച കാവാമുറ വേഗം തന്റെ എക്സിനെ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ഇന്നലെ പാർട്ടി നടത്തിയ ബാർ വരെ ഒന്ന് പോകാമോ? അവിടെയുള്ള CCTV ഒന്ന് ചെക്ക് ചെയ്യാമോ? ഇന്നലെ നടന്ന പാർട്ടിയിൽ വെച്ച് എന്റെ ഡ്രിങ്കിൽ ആരോ എന്തോ കലക്കി തന്നിട്ടുണ്ട്. അവനാണ് എന്നെ ഇവിടെ കൊണ്ടിട്ടത്. നിനക്കിതെല്ലാം പോലീസിനോട് പറഞ്ഞാൽ പോരെ? പോലീസ് കറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യില്ല. എനിക്ക് അവരെ വിശ്വാസവുമില്ല. പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. അങ്ങനെ എക്സിനെ ഒരു തരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ ബാറിലേക്ക് പറഞ്ഞു വിടുന്നു. കാവാമുറ പെക്കറിനകത്ത് ഒരു ലേഡിയുടെ പേരിലാണ് അക്കൗണ്ട് എടുത്തിട്ടുള്ളത്. അതിനാൽ തനിക്കൊരു ചേട്ടനുണ്ടെന്നും പേര് കാവാമുറ എന്നാണെന്നും നാളെ രാവിലെ അവന്റെ കല്യാണമാണെന്നും അത് തടയുന്നതിനു വേണ്ടി അവന്റെ ശത്രുക്കളാരോ ഒരാളാണ് എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് പെക്കറിൽ പുതിയ പോസ്റ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആ പോസ്റ്റ് വൈറലാകുന്നു. പോസ്റ്റിന് കമന്റുകൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അപ്പോഴാണ് കാവാമുറയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തൻ, അത് ചിലപ്പോൾ കാസെ എന്ന് പറയുന്നവനായിരിക്കും, അവൻ ഇന്നലെ പാർട്ടിയിലുണ്ടായിരുന്നു, അവന് കാവാമുറയോട് കലിപ്പുണ്ടായിരുന്നു എന്നും പറഞ്ഞ് കാസയുടെ ഫോട്ടോയും വെച്ച് ആ പോസ്റ്റിന് കമന്റ് ഇടുന്നത്. ഇപ്പോൾ പറഞ്ഞ കാസെ ആരാണെന്നല്ലേ? ഇന്നലെ ഗിഫ്റ്റ് കൊടുത്തില്ലേ അവൻ. അപ്പോഴാണ് കാവാമുറയ്ക്ക് എക്സിന്റെ കോൾ വന്നത്. നീ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ബാറിനടുത്തെത്തി, എന്നാൽ ബാർ അടച്ചിരിക്കുകയാണ്. അതിനാൽ CCTV ഒന്നും ചെക്ക് ചെയ്യാൻ കഴിയില്ല. എന്തായാലും അവിടെ വരെ പോയതല്ലേ, നിനക്ക് ആ ഡോറിലൊന്ന് തട്ടി നോക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ബോർഡിലെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കുകയോ ചെയ്യത്തില്ലേ? അത് കേട്ട് കലിപ്പായി എക്സ് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് കാവാമുറ ഇന്നലെ പാർട്ടിയിൽ വെച്ചെടുത്ത വീഡിയോയെ കുറിച്ച് ഓർമ്മ വന്നത്. അങ്ങനെ അവൻ തന്റെ ഫോണിലുള്ള ഓരോരോ വീഡിയോ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കാസയുടെ മുഖൻ കമന്റിൽ വന്നതുപോലെ തന്നെ കലിപ്പിലാണ് ഇരുന്നത്. അതും കൂടി കണ്ട കാവാമുറയ്ക്ക് സംശയം കൂടി. അതിനാൽ തന്നെ കാവാമുറ ഉറപ്പായും ഇവനായിരിക്കും എന്നെ എന്തോ ചെയ്തിരിക്കുന്നത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സാക്ഷാൽ കാസയുടെ അടുത്ത് നിന്ന് കാവാമുറയ്ക്ക് ഫോൺ വന്നത്. അളിയ, പെക്കറാപ്പ് കണ്ടായിരുന്നോ? നിനക്കെന്തോ അനിയത്തിയുണ്ട്, അവൾ എന്തോ പ്രശ്നത്തിലാണെന്നും അതിനുള്ള കാരണം ഞാനാണെന്നുമെല്ലാം പറഞ്ഞ് ആരോ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഒത്തിരി കോൾ വരുന്നുണ്ട്. നിനക്ക് വരുന്നുണ്ടോ? ഏയ്, അഭിനയിച്ചത് മതിയടാ. നീ തന്നെയല്ലേ എന്നെ കുഴിയിൽ കൊണ്ടിട്ടിരിക്കുന്നത്. എനിക്ക് നാളെ നടക്കാൻ പോകുന്ന കല്യാണത്തിൽ അസൂയ തോന്നിയിട്ട് നീ തന്നെയല്ലേ ഇത് ചെയ്തത്. അളിയ, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നിന്നോട് അസൂയ തോന്നിയത് ശരി തന്നെയാണ്. എനിക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും അസൂയയുണ്ട്. എന്നാൽ അത് വെറും അസൂയ മാത്രമാണ്, അല്ലാതെ ദേഷ്യമല്ല. നീ അത്ര നല്ലവനാകാനൊന്നും ശ്രമിക്കേണ്ട. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നിനക്കും ഇഷ്ടമായിരുന്നെന്ന് എനിക്കറിയാം. അത് കേട്ടതും കാസ് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ കാവാമുറ ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ച് നിൽക്കുന്നു. ആ സമയം ആ പൈപ്പിലൂടെ ഒഴുകി വന്നിരുന്ന പതയുടെ അളവ് കൂടി വരുന്നതായി കാണിക്കുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ അത് കാവാമുറയെ മൂടും. അതിനടിയിലായാൽ ഉറപ്പായും ശ്വാസം കിട്ടാതെ മരിക്കുകയും ചെയ്യും. അപ്പോഴാണ് അവൻ കിടക്കുന്ന മാൻഹോളിനടുത്തുകൂടി ഒരു ട്രെയിൻ പോകുന്ന ശബ്ദം അവൻ കേട്ടത്. ഉടൻ തന്നെ കാവാമുറ ഫോൺ എടുത്ത് ആ സൗണ്ട് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ഇട്ടു. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ശബ്ദം മാത്രം വെച്ച് എങ്ങനെ സ്ഥലം കണ്ടുപിടിക്കാനാണ്? അങ്ങനെ ആ പോസ്റ്റിന് ധാരാളം കമന്റ്സ് വന്നുകൊണ്ടിരുന്നു. അതിലൊരു കമന്റ് ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോ എന്തെന്നാൽ കാവാമുറയുടെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ കാസെ, അവനെ പിടിച്ച് അടിച്ച് അവന്റെ കൈയും കാലുമെല്ലാം കെട്ടിവെച്ചിരിക്കുന്നു. എന്നിട്ട് നോക്കൂ, ഇവനെ ഞങ്ങൾ വേണ്ട വിധം പെരുമാറിയിട്ടുണ്ട്, എന്നിട്ടും ഇവനിൽ നിന്ന് ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഇവനല്ല ഇത് ചെയ്തത് എന്ന് തോന്നുന്നു എന്ന് കമന്റും ഇട്ടിരിക്കുന്നു. എടാ പാവി മക്കളെ, ചെയ്തവരെ കണ്ടുപിടിച്ചോണ്ടിരിക്കാതെ വേഗം
എന്നെ കണ്ടുപിടിച്ച് രക്ഷിക്കടാ. അപ്പോൾ ഒരു കമന്റ് വരുന്നു, നിങ്ങൾ ഫോൺ പൊക്കിയിട്ട് വീഡിയോ പിടിച്ചപ്പോൾ മാൻഹോളിന്റെ അടപ്പിന്റെ പോലെ വല്ലതും അതിൽ കിട്ടിയിരുന്നു. എന്തെന്നാൽ ഓരോരോ ഏരിയ അനുസരിച്ച് മാൻഹോളിന്റെ അടപ്പിനും വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറെക്കുറെ നിങ്ങളുള്ള ഏരിയ മനസ്സിലാക്കാൻ സാധിക്കും. ആ കമന്റ് കണ്ട കാവാമുറ വേഗം ഫോണിൽ താൻ എടുത്ത വീഡിയോ പ്ലേ ചെയ്തു നോക്കുന്നു. അതിൽ ആ മാൻഹോളിന്റെ മൂടിയുടെ പടം ഉണ്ടായിരുന്നു. കാവാമുറ ആ മൂടിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ മാൻഹോളിന്റെ മൂടിയിലുള്ള നമ്പർ വെച്ച് അവർ പറഞ്ഞു, ഇത് അയാമോട്ടോ എന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പിലെ ആരെങ്കിലും അയാമോട്ടോയിൽ ഉണ്ടെങ്കിൽ വേഗം ആ പെൺകുട്ടിയെ രക്ഷിക്കുക. അങ്ങനെ വീണ്ടും കമന്റുകൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. ഇതിനെല്ലാം പുറമെ നേരത്തെ ലീക്ക് ആയിക്കൊണ്ടിരുന്ന പതയും കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. പത ഇപ്പോൾ കാവാമുറയുടെ കഴുത്തിനൊപ്പം എത്തിയിരുന്നു. അപ്പോഴാണ് ഒരു കമന്റ്, അതും അയാമോട്ടയിലുള്ള ഒരു യൂട്യൂബറിന്റെ. ഞാൻ അയാമോട്ടയിലാണുള്ളത്, ഞാൻ പോയി ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പോവുകയാണ്. ആ കമന്റ് കണ്ട് കാവാമുറയ്ക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ കാവാമുറ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോഴാണ് കാവാമുറയുടെ മേൽ ആ പത വന്നു മൂടിയത്. അടക്കടവിളെ, ഒന്ന് സന്തോഷിക്കാൻ പോലും സമ്മതിക്കില്ലേ എന്ന് കരുതി കാവാമുറ വേഗം അവിടെ ഉണ്ടായിരുന്ന ഏണിയിൽ ചവിട്ടി മുകളിലേക്ക് കയറി. അപ്പോഴാണ് നമ്മുടെ യൂട്യൂബർ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് കാവാമുറയെ തേടിയിറങ്ങുന്നത് കാണിക്കുന്നത്. അവനൊരു അര ലൂസ് ആണെന്ന് തോന്നുന്നു. കാവാമുറയ്ക്ക് ഇപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ ദേഷ്യമാണോ എന്നറിയില്ല. വേറെ വഴിയൊന്നുമില്ലാതെ അവന്റെ ലൈവ് നോക്കി ആ ഏണിയിൽ തൂങ്ങി അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ യൂട്യൂബർ അയാമോട്ടോയിലുള്ള ഒരു പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയുടെ അടുത്തെത്തി. തന്റെ കയ്യിലുള്ള ഒരു പി എടുത്ത് അടിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നും ചോദിച്ച് അവിടെയുള്ള മാൻഹോളും ലക്ഷ്യമാക്കി നടക്കുന്നു. ഇതാ ഞാൻ മാൻഹോളിനടുത്തെത്തി, എല്ലാവരും സന്തോഷിക്കുവിൻ, ഞാൻ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് യൂട്യൂബർ മാൻഹോളിനടുത്തേക്ക് ഓടി വന്ന് നോക്കിയാൽ ആ മാൻഹോൾ നിറയെ വെള്ളമായിരുന്നു. അയ്യോ വടപോച്ച്, മിഷൻ ഫെയിൽഡ് ആണ്, ഇവിടെയല്ല അവൾ ഉള്ളത്. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈയും പറഞ്ഞ് യൂട്യൂബർ തന്റെ ലൈവും അവസാനിപ്പിച്ചു. ആ സമയം കാവാമുറയെ കാണിക്കുന്നു. അവന്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു ആ യൂട്യൂബർ. എന്തെന്നാൽ അവനെ ആ പത വന്ന് മൂടാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കാവാമുറയുടെ കൈവിട്ട് അവൻ ആ പതയ്ക്കകത്തേക്ക് വീഴുന്നു. നമ്മുടെ കാവാമുറയുടെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോഴാണ് ടപ്പേന്ന് പടക്കം പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നത്. ഒപ്പം ആ മാൻഹോളിനകത്തുണ്ടായിരുന്ന പതയെല്ലാം പൊങ്ങി മുകളിലേക്കും ചിതറുന്നു. സംഭവം എന്തെന്നാൽ തുടക്കത്തിൽ കാവാമുറ ഒരു പൈപ്പിൽ നിന്നും ഗ്യാസ് വരുന്നത് കണ്ട് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചില്ലായിരുന്നു. ആ പൈപ്പിലെ കണക്ഷൻ വിടിയിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ കത്തിക്കുന്നു. അങ്ങനെ അവിടെ നടന്ന ആ കെമിക്കൽ റിയാക്ഷനിൽ ഒരു ചെറിയ സ്ഫോടനം ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പതയും പുറത്തുപോയി. എന്തായാലും അതിൽ നമ്മുടെ കാവാമുറയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് എക്സിന്റെ ഫോൺ കോൾ വീണ്ടും വരുന്നത്. എടാ, നീ ഇപ്പോഴും ഓക്കെ അല്ലേ? ആരെങ്കിലും നിന്നെ കണ്ടെത്തിയോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്. ഇനി കുറച്ചു നേരമേ ബാക്കിയുള്ളൂ, ഇപ്പോൾ തന്നെ നേരം വെളുക്കും, അപ്പോൾ ആരെങ്കിലും വന്ന് നിന്നെ രക്ഷിക്കും. ആ ഓക്കെ, ഞാൻ ഓക്കെ ആണ്, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് കാവാമുറ പറയുന്നതിനോടൊപ്പം അവിടെ എന്തോ കണ്ട് കാവാമുറയുടെ മുഖഭാവം മൊത്തത്തിൽ മാറുന്നു. ഒപ്പം അവന്റെ ശബ്ദവും മാറി. അവൻ എന്തോ വിക്കി പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ എക്സ് ചോദിച്ചു, എന്ത് പറ്റി, എന്താണെന്ന് പറ. എന്നാൽ കാവാമുറയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ എന്തോ കണ്ട് നല്ലതുപോലെ ഭയന്നിട്ടുണ്ടായിരുന്നു. കാവാമുറ എന്തു കണ്ടിട്ടാണ് പേടിച്ചത് എന്നല്ലേ? അതെ, മുക്കാൽ ഭാഗവും അഴുകിയ ഒരു ശവശരീരം. അത് കണ്ട് കാവാമുറ ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ എവിടെയാണുള്ളതെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഒൽസുക എന്ന ഗ്രാമത്തിലാണ്. ഇവിടെയുള്ള ഇവാസാക്കി എലമെന്ററി എന്ന ഒരു പൊളിഞ്ഞു കിടക്കുന്ന സ്കൂളുണ്ട്. ഇതിന്റെ വലതുവശത്തായിട്ടാണ് ഈ മാൻഹോൾ ഉള്ളത്. നിനക്കൊന്ന് ഇവിടെ വരെ വേഗം വരാമോ പ്ലീസ്? വേഗം, ഒരു മിനിറ്റ്. നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ഥലം കണ്ടെത്തിയത്? സ്ഥലം അറിയാമെങ്കിൽ പോലീസിനെ വിളിക്കൂ. ഇല്ല, പോലീസിനെ വിളിക്കണ്ട, നീ വന്നാൽ മതി, വേറെ ആരെയും കൂട്ടേണ്ട എന്ന് പറയുമ്പോഴേക്കും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നമ്മുടെ കാവാമുറ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ്. അവൻ അന്ന് അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ സാലറി കിട്ടുന്ന ദിവസമായിരുന്നു അന്ന്. അതിനാൽ അന്നെല്ലാവരും കാവാമുറയോട് ആദ്യത്തെ സാലറി കിട്ടിയതിന്റെ പാർട്ടി എപ്പോഴാണ് എന്ന് ചോദിച്ചു. അതിനെന്താ ചേട്ടാ, ഇന്ന് രാത്രി തന്നെ ചെയ്തേക്കാം എന്നും പറഞ്ഞ് ശമ്പളവും വാങ്ങി കാവാമുറ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിലെത്തിയ കാവാമുറ വിളക്കെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്താരോ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ കാവാമുറ വന്ന് കതക് തുറക്കുന്നു. നോക്കുമ്പോൾ കോട്ടൊക്കെ ഇട്ട ഒരുത്തനായിരുന്നു അത്. എന്നാൽ
എന്നാൽ ആളുടെ മുഖം നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. കാവാമുറയ്ക്ക് ആളെ കണ്ടതും മനസ്സിലായി. യോഷിത, നീ എന്താ ഈ സമയത്ത്? എന്നാൽ അത് കേട്ട് വന്നയാൾ ഒരു കമ്പി വെച്ച് കാവാമുറയുടെ മുഖത്തിനിട്ട് തന്നെ ഒരടി കൊടുക്കുന്നു. അങ്ങനെ തലങ്ങും വിലങ്ങും കമ്പി വെച്ച് കാവാമുറയെ അടിക്കുന്നു. അങ്ങനെ അടിച്ചടിച്ച് കാവാമുറയെ കൊല്ലുന്നു. അതിനുശേഷം ബോഡി വലിച്ചുകൊണ്ട് ഒരു മാൻഹോളിനടുത്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പേഴ്സും ഐഡന്റിറ്റി കാർഡും ഫോണുമെല്ലാം എടുത്തതിനു ശേഷം കാവാമുറയെ കൊണ്ട് ആ മാൻഹോളിനകത്തേക്ക് ഇടുന്നു. എന്ത്, കാവാമുറ മരിച്ചോ? ഇപ്പോൾ മാൻഹോളിനകത്ത് ജീവനോടെ കിടക്കുന്ന കാവാമുറയോ? ആ സമയം ഇപ്പോഴുള്ള കാവാമുറയെ കാണിക്കുന്നു. അവൻ കാവാമുറയെ അല്ലായിരുന്നു, യോഷിതയായിരുന്നു അത്. അങ്ങനെ കാവാമുറയെ കൊന്ന യോഷിത അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് സർജനെ കണ്ട് കാവാമുറയുടെ ഫോട്ടോ എല്ലാം കാണിച്ച് അവന്റെ മുഖം കാവാമുറയുടെ പോലെ ആക്കിയെടുക്കുന്നു. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് യഥാർത്ഥ കാവാമുറയെ അല്ല, അത് കാവാമുറയുടെ രൂപത്തിലുള്ള യോഷിതയായിരുന്നു. കാവാമുറയെ കൊന്നിട്ട് അവന്റെ ഐഡന്റിറ്റി വെച്ച് ഇത്രയും നാളും ജീവിക്കുകയായിരുന്നു യോഷിത. ഇത്രയും നേരം നമ്മുടെ സിനിമയിലെ ഹീറോ ആയിട്ടുണ്ടായിരുന്നവൻ ഒരു സെക്കൻഡ് കൊണ്ട് വില്ലനായി മാറി. വില്ലൻ വേഗം തന്റെ ഇപ്പോഴുള്ള ജീവിതത്തിന് ഒന്നും സംഭവിക്കാതിരിക്കുന്നതിനായി വെക്കറാപ്പിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ചേട്ടൻ കാവാമുറയ്ക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു. എന്നാൽ അവളെ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ തന്നെ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. എന്നാൽ ഇപ്പോൾ എന്റെ ചേട്ടൻ ഒരു വിവാഹം ചെയ്യാൻ പോകുന്നത് ഇഷ്ടപ്പെടാത്ത ആ പഴയ കാമുകിയാണോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പോസ്റ്റ് ചെയ്യുന്നു. അതിനെല്ലാവരും അത് ആരാണ് ആ കാമുകി? ആരാണെങ്കിലും പറയൂ, ഞങ്ങൾ കണ്ടെത്താം എന്ന് കമന്റ് ചെയ്യുന്നു. അവളുടെ പേര് ഞാൻ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറയാം. അവളുടെ പേര് നടോഷിനി എന്നാണ് എന്നും പറഞ്ഞ് അവളുടെ ഡീറ്റെയിൽസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നു. ഇത്രയൊക്കെ ചെയ്തത് പോരാഞ്ഞിട്ട് വില്ലൻ പെക്കറാപ്പിൽ വേറെ ഒരു അക്കൗണ്ട് കൂടി തുടങ്ങിയിട്ട് പോസ്റ്റിന് താഴെ വന്ന് നടോഷിനിയെ വിടരുത്, അവളെ കൊല്ലണം എന്നും പറഞ്ഞ് കമന്റ് ഇടാൻ തുടങ്ങി. വില്ലൻ ഇപ്പോൾ പറഞ്ഞ നടോഷിനി ആരാണെന്നല്ലേ? അവൾ ശരിക്കുള്ള കാവാമുറയുടെ ഗേൾഫ്രണ്ട് ആയിരുന്നു. കാവാമുറയെ കൊന്നിട്ടിരിക്കുന്ന ഇതേ മാൻഹോളിൽ താൻ വീഴണമെങ്കിൽ അത് ആരോ മനഃപൂർവ്വം ചെയ്തതാകണം. അതും കാവാമുറയ്ക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമേ ചെയ്യൂ. കാവാമുറയ്ക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആകെ ഒരാളെ ഉള്ളൂ, അത് അവന്റെ കാമുകിയാണ്. ആ കാമുകിയാണ് നടോഷിനി. താൻ കാവാമുറയെ കൊണ്ടിട്ട ഈ മാൻഹോളിനെ കുറിച്ച് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. അതിനാൽ അവൾ ജീവനോടെയുള്ളത് തനിക്ക് നല്ലതല്ല എന്ന് കരുതിയാണ് കാവാമുറ നടോഷിനിയെ കൊല്ലണമെന്ന് പറയുന്നത്. അപ്പോഴാണ് വില്ലൻ ഒരു മെസ്സേജ് വരുന്നത്. നിങ്ങൾ നേരത്തെ കേൾപ്പിച്ച ട്രെയിനിന്റെ ശബ്ദം വെച്ച് നിങ്ങളുള്ള സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഞങ്ങൾ കുറച്ചുപേർ നിങ്ങളെ രക്ഷിക്കാനായി ഉടൻ വരും, പേടിക്കേണ്ട എന്നായിരുന്നു മെസ്സേജ്. എന്നാൽ ആ മെസ്സേജ് കണ്ട കാവാമുറയ്ക്ക് സന്തോഷത്തെക്കാൾ കൂടുതൽ പേടിയാണുണ്ടായത്. കാരണം അവർ വന്നാൽ താൻ പെണ്ണല്ല ആണാണെന്ന് മനസ്സിലാകും. അതിലും വലിയ പ്രശ്നം ശരിക്കുള്ള കാവാമുറയുടെ ഡെഡ് ബോഡി കണ്ടെത്തുകയും ചെയ്യും. താൻ ഇത്രയും നാളും ചെയ്തതെല്ലാം വെറുതെയാകും, തന്റെ കല്യാണവും മുടങ്ങും. അതിനാൽ അവർ വരാൻ പാടില്ല എന്നും കരുതി അവൻ തിരിച്ച്, അയ്യോ ഞാൻ പറയാൻ മറന്നു, ഞാൻ കിടന്നിരുന്ന മാൻഹോളിനടുത്തുകൂടി ഇവിടെയുള്ള നാട്ടുകാർ പോയിരുന്നു, അവരെന്നെ മുകളിൽ എത്തിച്ചു, ഞാനിപ്പോൾ സേഫ് ആണ്, അതിനാൽ ആരും വരേണ്ടതില്ല, എല്ലാവർക്കും നന്ദി എന്നും പറഞ്ഞ് ആ കമന്റിന് റിപ്ലൈ അയച്ചു. അപ്പോഴാണ് വില്ലന് ഒരു കോൾ വരുന്നത്. അത് പോലീസുകാരുടെ കോൾ ആയിരുന്നു. അവർ പറഞ്ഞു, നിങ്ങളുള്ള സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ ഉടൻ തന്നെ അവിടെ എത്തും. എന്നാൽ അത് കേട്ട് വില്ലന് പേടിയായി. വില്ലൻ അവരോട് പറഞ്ഞു, എന്നെ ഇതിലെ പോയ നാട്ടുകാർ രക്ഷിച്ചു, നിങ്ങൾ വരേണ്ടതില്ല സാർ, വളരെ നന്ദി. അത് സാരമില്ല, നിങ്ങൾക്ക് വളരെയധികം പരിക്ക് പറ്റിയെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ മെഡിസിൻ എല്ലാമായിട്ടാണ് വരുന്നത്, കുറച്ചു നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ. അത് കേട്ട് വില്ലന് പേടിയായി. അവൻ അയ്യോ പോലീസുകാർ വരുന്നതിന് മുമ്പ് ഈ ബോഡി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് വേഗം അവൻ അവിടെയുള്ള ചെളിയും മണ്ണും എല്ലാം വാരി കാവാമുറയുടെ ഡെഡ് ബോഡി മറയ്ക്കുന്നു. അപ്പോഴാണ് വില്ലന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വരുന്നത്. അത് അവന്റെ എക്സിന്റെ ഫോണായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ നീ കിടക്കുന്ന മാൻഹോളിന്റെ മുകളിലെത്തി, ഇപ്പോൾ ഒരു കയറിട്ട് തരാം, വേഗം കയറിൽ പിടിച്ച് മുകളിലേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പാടാ, വേഗം മുകളിൽ പോകണം, പോയി പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. ഇപ്പോഴാണ് വില്ലന്റെ മുഖത്ത് ഒരു സന്തോഷം വന്നത്. അങ്ങനെ മാൻഹോളിനകത്തേക്ക് ഒരു കയറ് വന്നു. വില്ലൻ പതിയെ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവന്റെ കാൽ മുറിഞ്ഞിരുന്നതിനാൽ അവൻ വളരെ കഷ്ടപ്പെട്ടാണ് മുകളിലേക്ക് കയറിയത്. അങ്ങനെ മുകളിലെത്തി അവൻ കുറച്ചു നേരം ശുദ്ധവായുവെല്ലാം ശ്വസിച്ച് തന്നെ രക്ഷിച്ചതാരാണെന്ന് നോക്കുമ്പോഴാണ് അടുത്ത വലിയ ഒരു ട്വിസ്റ്റ്. അത് തന്റെ എക്സ് ആയിരുന്നില്ല, അത് കാവാമുറയുടെ പഴയ കാമുകി നടോഷിനി
നഡോഷിനി ആയിരുന്നു. എന്താടാ, സുഖം തന്നെയല്ലേ? എന്നെ ഓർക്കുന്നുണ്ടോ? ഓ, നീ എങ്ങനെ അറിയാനാണ്? നീ ഡ്യൂപ്പ് അല്ലേ? ഞാനാണ് നഡോഷിനി, ശരിക്കുള്ള കാവാമുറിയുടെ നീ പറഞ്ഞ ആ പഴയ കാമുകി. നിന്റെ എക്സ് ആണെന്ന് പറഞ്ഞ് ഇത്രയും നേരം സംസാരിച്ചതും ഞാൻ തന്നെയാണ്. നിന്റെ ഫോണിൽ നീ അറിയാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാറ്റിയിരുന്നു. അതാണ് നിനക്കാരെയും ഫോൺ ചെയ്യാൻ കഴിയാത്തതും നിന്റെ GPS വർക്ക് ചെയ്യാത്തതുമെല്ലാം. വില്ലൻ ഫോൺ എടുത്തു നോക്കുമ്പോൾ ആ ഫോണിലെ കോണ്ടാക്ട്സ് ലിസ്റ്റിൽ എല്ലാ പേരിനും ഒരേ ഫോൺ നമ്പർ തന്നെ സേവ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നഡോഷിനി അവളെ പരിചയപ്പെടുത്തിയിട്ട്, യോഷിത, നിന്നെ ഞാൻ കാവാമുറയുടെ മുഖത്തിൽ നിന്നും യോഷിതയാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് വില്ലിന്റെ അടുത്തേക്ക് വരുന്നു. അത് കണ്ട വില്ലൻ, ദേ ഇങ്ങോട്ട് നോക്ക്, കാവാമുറ കാണാതെ പോയത് മാത്രമേ എനിക്കറിയൂ. ഞാൻ അവന്റെ ഐഡന്റിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഒന്നും ചെയ്യരുത്. എന്തെന്നാൽ വില്ലൻ അവന്റെ കാലിലുള്ള മുറിവ് കാരണം അനങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ നഡോഷിനി അവൻ പറയുന്നതൊന്നും കേൾക്കാതെ അവന്റെ മുകളിൽ കയറി ഒരു കത്തി വെച്ച് അവന്റെ മുഖത്ത് വരയാൻ തുടങ്ങി. അതിന്റെ വേദന സഹിക്കാൻ വയ്യാതെ വില്ലൻ നഡോഷിനിയുടെ കയ്യിൽ നിന്നും കത്തി തട്ടിക്കളയുന്നു. എന്നിട്ട് പറഞ്ഞു, ദയവായി എന്നോട് ക്ഷമിക്കൂ. എനിക്കൊരു കുട്ടിയുണ്ട്. അതിനെ ഓർത്തെങ്കിലും ക്ഷമിക്കൂ. ഞാൻ ഇങ്ങനെയാകാൻ കാരണം ഈ സമൂഹമാണ്. എന്റെ പഴയ ഐഡന്റിറ്റി ആരും അംഗീകരിച്ചില്ല. എന്തിന്? എന്റെ വീട്ടുകാർ പോലും എന്നെ സ്നേഹിച്ചില്ല. എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും ആരും കണ്ടില്ല. അതിനാലാണ് എനിക്ക് അത് ചെയ്യേണ്ടി വന്നത്. പ്ലീസ്, ദയവായി എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ തന്റെ എതിരിലുള്ളത് വില്ലനാണെങ്കിലും അവനുള്ളത് തന്റെ കാമുകൻ കാവാമുറയുടെ മുഖമാണ്. അതിനാൽ തന്നെ ആ മുഖത്ത് നിന്ന് കണ്ണീർ വരുന്നത് കണ്ട് സങ്കടമായ നഡോഷിനി അവനോട് ചെറിയൊരു ദയ തോന്നുന്നു. എന്നിട്ട് പയ്യെ വില്ലന്റെ അടുത്ത് ചെന്ന് പതിയെ അവന്റെ മുഖത്ത് തൊട്ടു നോക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. ആ സമയം നമ്മുടെ വില്ലൻ ശരിക്കുള്ള വില്ലനായി മാറുന്നു. അവൻ തന്റെ ബെൽറ്റ് എടുത്ത് തിരിഞ്ഞു നടന്നിരുന്ന നഡോഷിനിയുടെ കഴുത്തിലിട്ട് മുറുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ജീവനോടെ ഇരുന്നാൽ എനിക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയില്ല. എല്ലാം നീ കണ്ടുപിടിച്ചു. അതിനാൽ നീയും നിന്റെ കാമുകനൊപ്പം പോയി കിടന്നോളൂ എന്ന് പറഞ്ഞ് നഡോഷിനിയെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് പൊക്കിക്കൊണ്ട് മാൻഹോളിനടുത്തെത്തിയപ്പോൾ വില്ലന്റെ വായും തുളച്ച് ഒരു അമ്പ് പാഞ്ഞു പോകുന്നു. അങ്ങനെ ബെൽറ്റിൽ നിന്നും കൈവിട്ട് വില്ലൻ തന്നെ ആ മാൻഹോളിനകത്തേക്ക് വീഴുന്നു. ആ അമ്പ് വിട്ടത് ആരാണെന്നല്ലേ? കുറച്ചു ദൂരെയായി ഒരു കുഞ്ഞു പയ്യൻ കയ്യിലൊരു ബൗവുമായി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആരാണെന്ന് വെച്ചാൽ പെക്കറാപ്പിൽ പോസ്റ്റ് കണ്ടിട്ട് മാൻഹോളിലുള്ളയാളെ രക്ഷിക്കുന്നതിനായി വന്നതായിരുന്നു. അവൻ അവിടെ നിന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കണ്ടിരുന്നു. അങ്ങനെ ആ പയ്യൻ വന്ന് തന്റെ ഫോൺ എടുത്ത് നഡോഷിനിയുടെ ഫോട്ടോ എടുത്ത് പെക്കറാപ്പിൽ, ഞാൻ ആ പെൺകുട്ടിയെ രക്ഷിച്ചു, ആരും സങ്കടപ്പെടേണ്ട, അവൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പോസ്റ്റും ഇട്ടു. അങ്ങനെ ആ വില്ലനെ കാണിക്കുന്നു. വില്ലൻ ആ പോസ്റ്റ് നോക്കിയിരിക്കുമ്പോൾ വില്ലന്റെ ഫോണിലെ ചാർജ് തീർന്ന് ഫോൺ ഓഫ് ആകുന്നതായി കാണിക്കുന്നു. ഒപ്പം ആ പയ്യൻ ആ മാൻഹോളിന്റെ മൂടിയും അടയ്ക്കുന്നു. അതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ സിനിമ വളരെയധികം ഇഷ്ടമായെന്ന് കരുതുന്നു. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ സിനിമയുടെ ലിങ്ക് വേണ്ടവർ മനു മൂവീസ് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.